ട്രാൻസ് എന്ന് പറയുന്ന സമയത്ത് എല്ലാവർക്കും ആദ്യം മനസ്സിൽ വരുന്നൊരു സെക്സ് വർക്കേഴ്സ് എന്നുള്ളൊരു ലേബലിലാണല്ലോ അറിയപ്പെടുന്നത്. സോ എൻ്റെ അടുത്ത് അന്ന് ആദ്യം പറഞ്ഞത് ആ ഒരു വർക്കിന് പോകാമെന്ന് വിചാരിച്ചിട്ട് മോള് എൻ്റെ അടുത്തോട്ട് വരരുത്. എൻ്റെ അടുത്ത് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിൻ്റെ എല്ലാ ചിലവും ഞാൻ നോക്കും, നിന്നെ പഠിപ്പിക്കണമെങ്കിൽ പഠിപ്പിക്കും, ഡ്രസ്സോ കാര്യങ്ങളോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തു തരും. ഞാൻ എന്ത് തൊഴിൽ ചെയ്യുന്നു എന്ന് നീ അറിയേണ്ട കാര്യമില്ല. ഞാൻ ചിലപ്പം അത് ആ തൊഴിൽ ചെയ്തിട്ടായിരിക്കും ജീവിക്കുന്നത്. പക്ഷേ എന്നിലൂടെ ഒരാൾക്കെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അത് ആണ് എൻ്റെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമെന്ന് പറഞ്ഞിട്ടാണ് ആളിൻ്റെ അടുത്ത് ആദ്യത്തെ കണ്ടീഷൻ പറഞ്ഞത്. അങ്ങനെ പോകാനുള്ളൊരു താല്പര്യം കൊണ്ടിട്ട് എൻ്റെ അടുത്ത് വരരുത് മോള്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറെ മാർഗം എന്താ എന്ന് വെച്ചാൽ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് പകുതി സന്തോഷമായി. കാരണം എനിക്കറിയാം ഞാൻ അത്രയും ഒരു 5 മാസം ഞാൻ ഷെൽട്ടർ ഹോമിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുവിധം ഞാൻ ട്രാൻസ് കമ്മ്യൂണിറ്റിയെക്കുറിച്ച് ഒരുപാട് പഠിച്ചു. നമുക്കറിയാം ആ ഒരു തൊഴിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് കരകയറുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്കൊരു സമ്പാദിക്കാൻ നമ്മൾ പൈസ കിട്ടാൻ തുടങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വീണ്ടും അതിന് തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ മനസ്സിലുള്ളൊരു പ്രാർത്ഥനയായിരുന്നു ആ ഒരു തൊഴിലോട്ട് പോവാതെ എന്തെങ്കിലും നല്ല ലെവലിൽ തന്നെ ജീവിച്ച് വരണമെന്നുള്ളത്. സോ അങ്ങനെ ഞാൻ ആ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്തു. ഞാൻ ആളെന്നെ വീട്ടിലോട്ട് കൂട്ടി കൊണ്ടുപോയി. അവിടെ നിന്നാണ് പിന്നെ എൻ്റെ വളർച്ച മുഴുവനും. സർജറിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അവിടുന്ന് ആളിപ്പോഴും എനിക്കൊരു എന്താ പറയുക, ഉമ്മ മരിച്ചു പോയെങ്കിലും എനിക്കൊരു അമ്മയെ പോലെ തന്നെയാണ് ആൾ. എനിക്കിപ്പോഴും എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഇതുവരെ ഞാൻ ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരായിട്ടുള്ളതാണ് ഒരാളാണ് എൻ്റെ മമ്മി. അതുപോലെ തന്നെ എൻ്റെ ഗുരു ഡോക്ടർ ഹർഷൻ സെബാസ്റ്റ്യൻ ആൻ്റണി എന്ന് പറയും, എൻ്റെ ഡാൻസിലെ ഗുരുവാണ്. ആളാണ് നൃത്തത്തിൽ എന്നെ ഇത്രയും വളർത്തിയിട്ടുള്ളത്, എൻ്റെ ഗുരുവാണ്. സഹദിനെ എങ്ങനെയാണ് പരിചയപ്പെടുന്നത്? ഇവിടെ ഷെൽട്ടർ ഹോമിൽ നിന്നാണോ? അല്ലല്ല, ഞാൻ സഹദ് ആ സമയത്ത് കോഴിക്കോടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇതുപോലെ തന്നെ അവനും കോഴിക്കോട് ഒരു കമ്മ്യൂണിറ്റി മദർ ഉണ്ടായിരുന്നു. ആളുടെ കീഴിലായിരുന്നു ആളും താമസിച്ചുകൊണ്ടിരുന്നത്, ആളുടെ വീട്ടിലായിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെ കമ്മ്യൂണിറ്റിയിലുള്ളൊരു ആ ഒരു ബേസിലാണ് ഞാൻ ആളെ പരിചയപ്പെടുന്നത്. പിന്നീട് ഞങ്ങളെല്ലാവരും അന്ന് ഒരു മിഠായി തെരുവിലൊരു ഷോപ്പുണ്ട്. ഒരുവിധം ട്രാൻസ് വുമൺസൊക്കെ ഈ ഒരു ഫാൻസി ഷോപ്പിൽ നിന്നാണ് കോസ്മെറ്റിക് പ്രൊഡക്ട്സുകളും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം മേടിക്കുന്നത്, ഈ ഒരു ഫാൻസിയിൽ നിന്ന്. സോ അവിടെ ആയിരുന്നു സഹദ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ കണ്ടതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ അവൻ ഇങ്ങോട്ട് റിക്വസ്റ്റ് ഇട്ടു, മെസ്സേജ് അയച്ചു. അങ്ങനെ ചാറ്റിംഗ് ആയി. പിന്നെ ഫുള്ള് ചീറ്റിംഗ് ആയി.